ഹലോ കുട്ടികളെ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൈം പ്രോട്ടോകോളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൈം അല്ലെങ്കിൽ MIME സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ പ്രോട്ടോകോൾ. This is a standard that extends the basic email format, enabling emails to contain multimedia contents. Okay. ഇമെയിൽസിനകത്ത് നമുക്ക് മൾട്ടിമീഡിയ കണ്ടന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് ഈ പറയുന്ന MIME. ഓക്കെ, ഇപ്പൊ മൾട്ടിമീഡിയ കണ്ടന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? അതിനകത്ത് ഇമേജസ് വരാം, ഇമേജസ്, ദെൻ ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ HTML. അതായത് അപ്പാർട്ട് ഫ്രം പ്ലെയിൻ ASCII ടെക്സ്റ്റ് we can include multimedia in email. ആ മൾട്ടിമീഡിയ എന്ന് പറയുന്നത് ഈ ഫോർമാറ്റിൽ ഏത് വേണമെങ്കിൽ ആവാം. So in case we want to include multimedia in our email, at least we should have the standard protocol. ഏത് MIME എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉണ്ടായിരിക്കണം. Actually this works with the email protocols like SMTP പോലെയുള്ള ഇമെയിൽ പ്രോട്ടോകോൾസിന്റെ കൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. SMTP stands for Simple Mail Transfer Protocol. ഇമെയിൽ പ്രോട്ടോകോൾസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇമെയിൽസിനെ കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ വാച്ച് ദാറ്റ്. ഓക്കെ, സോ വാട്ട് വി വർ സീയിങ്, SMTP പോലെയുള്ള ഇമെയിൽ പ്രോട്ടോകോൾസിന്റെ കൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഇറ്റ് എൻകോഡ്സ് ഡേറ്റ ഫോർ സേഫ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഇത് ഡേറ്റ എൻകോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. കറക്റ്റ് ആയിട്ട് കണ്ടന്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ് പ്രൊവൈഡ്സ് മെറ്റാഡേറ്റ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. So this makes the emails multimedia friendly and versatile. There are different characteristics of MIME. MIME-ന്റെ different characteristics just നമുക്കൊന്ന് പറഞ്ഞു പോവാം. First characteristics, text encoding. അതായത് ഇറ്റ് സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ക്യാരക്ടർ സെറ്റ്സിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ക്യാരക്ടർ സെറ്റ്സ് എന്ന് പറയുമ്പോൾ UTF-8, യൂണിക്കോഡ്, അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. അതുവഴി നമുക്ക് മൾട്ടിലിംഗ്വൽ ഇമെയിൽസ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പല ഭാഷകളിൽ ഇമെയിൽ, മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ, അങ്ങനെ ഏത് ഭാഷയിൽ വേണമെങ്കിൽ ഇമെയിൽ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ അറ്റാച്ച്മെന്റ്സ്, അനദർ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് along with the text mail we can send files, we can attach files. It could be images, audio, video, documents, whatever. Then third characteristics എന്ന് പറയുന്നത് മൾട്ടി പാർട്ട് മെസ്സേജസ്. ഒറ്റ മെയിലിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടന്റ് ടൈപ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് the mail can contain text, HTML and attachments at the same time. ഇതെല്ലാം ഒറ്റ മെയിലിൽ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MIME. ഇനി അതുപോലെ നെക്സ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പെഷ്യൽ ഹെഡർ ഫീൽഡ്സ്. കണ്ടന്റ് ടൈപ്പ്, കണ്ടന്റ് ഡിസ്പോസിഷൻ പോലെയുള്ള ഫീൽഡുകൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ ദാറ്റ് വി ക്യാൻ മാനേജ് ഹൗ കണ്ടന്റ് ഈസ് ഇന്റർപ്രിറ്റഡ്. സോ സ്പെഷ്യൽ ഹെഡർ ഫീൽഡ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് MIME-ൽ നമുക്ക് സാധിക്കും. ദാറ്റ് ഈസ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MIME. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് ജസ്റ്റ് MIME-ന്റെ സ്ട്രക്ചർ നോക്കാം. Key fields in MIME are MIME version. This specifies the version of MIME. Usually 1.0 ആണ് version വരാറുള്ളത്. Then content type
Type of data. Type of data could be text, plain text ആവാം, or text along with HTML, image, JPG, audio or MPEG, അങ്ങനെ ഏത് ഫോമാറ്റ് വേണമെങ്കിൽ ആവാം. ഓക്കെ, സോ കണ്ടന്റ് ടൈപ്പ് specifies the type of data. Okay, then third key field ആണ് content transfer encoding. എൻകോഡിംഗ് മെത്തേഡ് ആണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. എൻകോഡിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ബേസ് 64 ആവാം, ക്വാർട്ടഡ് പ്രിന്റബിൾ ആവാം. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് കീ ഫീൽഡ് ഈസ് കണ്ടന്റ് ഡിസ്പൊസിഷൻ. കണ്ടന്റ് ഡിസ്പൊസിഷൻ എന്ന് പറയുമ്പോൾ കണ്ടന്റ്സ് ഇൻലൈൻ ആണോ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ആണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ കണ്ടന്റ് ID, അതായത് ഇമേജസും വീഡിയോ ഒക്കെ എംബഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള യുണീക്ക് ID ആണ് കണ്ടന്റ് ID എന്നുള്ളത്. ദെൻ അനദർ കീ ഫീൽഡ് ഈസ് കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ. കണ്ടന്റിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, അതാണ് കണ്ടന്റ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. സോ ദിസ് ഇസ് ദ മൈം സ്ട്രക്ചർ. ഇനി നമുക്ക് മൈം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സി, വെൻ എ യൂസർ സെൻഡ്സ് എൻ ഇമെയിൽ ഇൻ എ നോൺ ആസ്കി ഫോർമാറ്റ്, വാട്ട് ഹാപ്പൻസ് ഇസ് ദർ ഈസ് എ സെൻഡർ. സെൻഡർ ഈസ് എ യൂസർ ഏജന്റ്. ആളുടെ ഭാഗത്ത് തന്നെ ഒരു മൈം പ്രോട്ടോകോൾ കാണും. സോ നോൺ ആസ്കി ഫോർമാറ്റിലുള്ള ഒരു ഡേറ്റയാണ് സെൻഡർ അയക്കുന്നത് എങ്കിൽ ഫസ്റ്റ് നടക്കുന്നത് എൻകോഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആയിരിക്കും. അതായത് ഈ മെസ്സേജ് കണ്ടന്റ് വിച്ച് ഇസ് ഇൻ നോൺ ആസ്കി ഫോർമാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു 7-bit ASCII ഫോർമാറ്റ്. ഇറ്റ് ഈസ് മെൻഷൻഡ് ഹിയർ, ചേഞ്ചസ് ടു 7-bit ASCII ഫോർമാറ്റ്. അത് ചെയ്യുന്നത് മൈം പ്രോട്ടോകോൾ ആയിരിക്കും. ദെൻ ദ ഡേറ്റ വിൽ ബി ട്രാൻസ്മിറ്റഡ്. This encoded message travels through the email system using SMTP, simple mail transfer protocol യൂസ് ചെയ്തിട്ടായിരിക്കും ഈ മെയിൽ അങ്ങ് സെൻഡ് ആവുന്നത്, ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, വൺസ് ഇറ്റ് റീച്ചസ് അറ്റ് ദ റിസീവേഴ്സ് എൻഡ്, റിസീവർ ഉണ്ടായിരിക്കും, നെറ്റ്വർക്കിൽ എവിടെയെങ്കിലും കണക്റ്റഡ് ആയിരിക്കും. സോ റിസീവിങ് ക്ലയന്റ് ഭാഗത്തുള്ള മൈം പ്രോട്ടോകോൾ ഇറ്റ് വിൽ ഡീകോഡ്. നെക്സ്റ്റ് നടക്കുന്നത് ഡീകോഡിംഗ് ആയിരിക്കും നെക്സ്റ്റ് പ്രോസസ്സ്. Decoding the message back into its original format. Recipient email client എന്ത് ചെയ്യും? Read some MIME headers to correctly display content and attachments. That is what we call interpretation. Basically 4 സ്റ്റെപ്പ് ആണ് വരുന്നത്. ഇവിടെ ഒരു ട്രാൻസ്മിഷൻ വരും, എൻകോഡിങ് നടക്കും, ഒരു ട്രാൻസ്മിഷൻ നടക്കും, ദെൻ ഡീകോഡിങ് നടക്കും, ദെൻ ഇന്റർപ്രിട്ടേഷൻ നടക്കും. ഈ 4 സ്റ്റെപ്സ് വഴിയാണ് മൈം ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ മൈം യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. അത് മൾട്ടിപ്പിൾ ഡേറ്റ ടൈപ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ, ഇമേജ്, ആപ്ലിക്കേഷൻ ഫയൽസ് എല്ലാം നമുക്ക് ഇമെയിൽ വഴി സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. മൾട്ടിലിംഗൽ കോമ്പാറ്റിബിലിറ്റി അനദർ അഡ്വാൻറ്റേജ്. ഐ റൈറ്റ് ഇറ്റ് ഡൗൺ എനിവേ. പ്രോസ് എന്ന് പറയുമ്പോൾ it supports multiple data types. അതുപോലെ multilingual compatibility. അതായത് വേരിയസ് ലാംഗ്വേജസിൽ ലൈക്ക് ഹിന്ദി, ഫ്രഞ്ച്, ജാപ്പനീസ്, ചൈനീസ് അങ്ങനെ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് ഇമെയിൽ അയക്കാനായിട്ട് സാധിക്കും. ആൻഡ് റിച്ച് ഫോർമാറ്റിംഗ് വിത്ത് HTML or CSS. HTML or CSS. അതായത് എൻഹാൻസ്ഡ് സ്റ്റൈലിങ്ങോട് കൂടിയിട്ട് നമുക്ക് ഇമെയിൽസ് കസ്റ്റമൈസ് ചെയ്ത് അയക്കാനായിട്ട് സാധിക്കും. അത് എനേബിൾ ചെയ്യും ഇമെയിൽസിനകത്ത്. ഏത് മൈമാണ് അത് എനേബിൾ ചെയ്യുന്നത്. ലോങ് മെസ്സേജസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ലാർജ് അല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ള കണ്ടന്റ്സ് കറപ്ഷൻ ഒന്നും കൂടാതെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മൈം പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് വഴി. Then the unique identification is another pros. നമ്മൾ ഓൾറെഡി മൈമിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, there will be a unique content ID.
എല്ലാ മൈൻഡ് പാർട്സിനും ഒരു യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് ഐ ഡി ഉണ്ടായിരിക്കും. സോ എംബഡഡ് മീഡിയ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ആ കണ്ടന്റ് ഐ ഡി യൂസ് ചെയ്യുന്നത് വഴി സാധിക്കും. യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാം മൈൻഡ് പാർട്സിനെ എല്ലാം തന്നെ. ദീസ് ആർ ദ പ്രോസ് ഓഫ് മൈൻഡ്. മീൻവൈൽ ദർ ആർ ഫ്യൂ കോൺസ് ആസ് വെൽ. കോൺസ് എന്ന് പറയുമ്പോൾ ഇൻകൺസിസ്റ്റന്റ് ഇന്റർപ്രിട്ടേഷൻ ആണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. ഇന്റർപ്രിട്ടേഷൻ, അതായത് റെസിപ്പിയന്റ് സിസ്റ്റം എല്ലായ്പ്പോഴും മൈൻഡ് ടൈപ്സ് കറക്റ്റ്ലി ഇന്റർപ്രിറ്റ് ചെയ്തു കൊള്ളണം എന്നില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇൻക്രീസ്ഡ് ഓവർ ഹെഡ്, എക്സ്ട്രാ ഹെഡേഴ്സും എൻകോഡിങ്ങും ഒക്കെ ഇമെയിൽ സൈസ് ഇൻക്രീസ് ചെയ്യും, ട്രാൻസ്മിഷൻ ടൈം ഇൻക്രീസ് ചെയ്യും. ദെൻ അനദർ കോൺസ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സിറ്റി ഫോർ യൂസേഴ്സ്. നോൺ ടെക്നിക്കൽ യൂസേഴ്സിന് ചിലപ്പോൾ അത് കൺഫ്യൂസിങ് ആയിരിക്കും എന്നുള്ളതാണ് കോംപ്ലക്സിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദർ ആർ കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസ്. ദർ ആർ ചാൻസസ് ഓഫ് കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പോൾ ഓൾഡർ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഇമെയിൽ സിസ്റ്റംസ് മൈമ് സപ്പോർട്ട് ചെയ്തു കൊള്ളണം എന്നില്ല. അതുവഴി ഡേറ്റ ലോസും എറേഴ്സും സംഭവിക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത് കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസ് എന്നതുകൊണ്ട്. So this is all about MIME, Multipurpose Internet Mail Extension. Okay, just അതിൻ്റെ വർക്കിങ്ങും അതിലെ സ്ട്രക്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫീൽഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഫോം അത് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് സംശയങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഈ ഒരു പോർഷൻ നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മൈമിന്റെ ഫുൾ ഫോം വേണമെങ്കിൽ ചോദിക്കാം. വാലിഡ് ആയിട്ടുള്ള മൈം ടൈപ്പ് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. മൈം ടൈപ്പ് നമ്മൾ ഓൾറെഡി കണ്ടന്റ് ടൈപ്പ് ഏതൊക്കെ ആവാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വാലിഡ് ആയിട്ടുള്ള മൈം ടൈപ്പ് ഏതാണ് എന്നൊരു ചോദ്യം വേണമെങ്കിൽ വരാം. ഓക്കെ, സോ ഈ മൈൻഡ് സ്ട്രക്ചർ, ഇതിലെ കീ ഫീൽഡ്സ് എല്ലാം പഠിച്ചു വെക്കുക. നോട്ട് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കൂ കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Stay focused on what really matters to you.